ഹലോ! ഇന്നൊരു അടിപൊളി പാലട പായസത്തിന്റെ റെസിപ്പിയാണേ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പഞ്ചസാര ഉരുക്കിയെടുക്കുക. പഞ്ചസാര ഉരുക്കി അതിന്റെ കളറിലൊന്ന് മാറി വരുമ്പോൾ ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളവും. ആകെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവുമാണ് ഈ പായസത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലെല്ലാം തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പാലടേൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലട സാധാരണ വാങ്ങിയിട്ട് അത് വേവിച്ചിട്ട് ചേർത്താലും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇതെല്ലാം ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വാങ്ങി വെക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വാട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാണ്. താങ്ക് യു.